ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യഭാമയുടെ അഹങ്കാരവും ജാടയും എല്ലാം പോയി കണ്ണുനീരിൻ്റെ വക്കീലെ പിള്ളയോട് പറയുക, എങ്ങനെങ്കിലും ഈ മത്സരത്തിൽ ജയിച്ച് പൈസ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ രാഘവേട്ടൻ്റെ ചികിത്സയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശാന്തയാണെങ്കിൽ പിണങ്ങിയും പോയി. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ പിള്ളേ. ഒരു വഴിയുണ്ട്, അത് സത്യാമ്മ തന്നെ വിചാരിക്കണം. ഈ സ്ഥിതിയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ കൊണ്ടേ കഴിയൂ. അതാരായിരിക്കുമെന്ന് സത്യാമ്മയ്ക്കും അറിയാം, നമ്മുടെ ശാലിനി മാത്രമായിരിക്കും. രാത്രിയിൽ നല്ല ഇടിയും മഴയും. പപ്പിമോൾ ഉറങ്ങാൻ കിടന്നിട്ട് കുഞ്ഞിന് ഉറക്കം വരുന്നില്ല. മോളിങ്ങനെ കണ്ണും വീഴ്ചിരുന്നുകൊണ്ട് അന്ന് രോഹിത്ത് ശ്യാമയെ ഉപദ്രവിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുവാണ്. രോഹിത്താണെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി നിൽക്കുക. അവനാണെങ്കിൽ ടെറസിലിരുന്നുകൊണ്ട് ഇങ്ങനെ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്യാമ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, രോഹിത്തിനിതിപ്പോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായോ? ഒരു നാണവും മാനമില്ലാതെ രോഹിത്ത് പറയുക, പലർക്കും പലതാടി ലഹരി, എനിക്കാണെങ്കിലേ ഇപ്പോൾ ഈ മദ്യമാണ് എൻ്റെ ലഹരി. ഇതിങ്ങനെ മതി വരുവോളം ഓന്തി കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം, അതാടി എൻ്റെ ആവശ്യം. അത് രോഹിത്തെ, ഒരു പെൺകൊച്ചിവിടെ വളർന്നു വരുവാന്നുള്ള കാര്യം കൂടെ രോഹിത്ത് ഓർക്കണം. അത് ഞാനെന്തിനാണ് ഓർക്കേണ്ടത്? ഞാൻ വെറും രണ്ടാമനല്ലയോ? ഒന്നാമനെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളും. രോഹിത്തെ, എന്നാലും നിങ്ങളെ അച്ചാന്ന് വിളിക്കുന്ന ആ പരിഗണനയെങ്കിലും എൻ്റെ മോക്ക് കൊടുക്കണം. രോഹിത്തെ, നിങ്ങളെ അച്ചാന്ന് വിളിക്കാൻ അവൾ മാത്രമേ ഉള്ളൂ എന്നാര് പറഞ്ഞടി? കുഴപ്പമേ നിനക്ക് മാത്രമാ. നിനക്ക് ശ്യാമയ്ക്കന്ന് അബോഷനായപ്പോൾ ഇനി ഒരിക്കലും ശ്യാമയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം ശ്യാമ ഇങ്ങനെ ഓർക്കുവാണ്. കുഴപ്പം നിനക്ക് മാത്രമായതുകൊണ്ടേ എനിക്കൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയുമില്ല. രോഹിത്തെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? എടി, അപമാനം, ഞാൻ സഹിച്ചിട്ടുള്ള അപമാനം, ഞാൻ അനുഭവിച്ച ആ അപമാനം ഉണ്ടല്ലോ, അത് വല്ലാതെ എന്നെ അങ്ങ് ശ്വാസം മുട്ടിപ്പിച്ചു. അതെല്ലാം കൂടി എന്നെ ഇങ്ങനെ ആക്കി. രോഹിത്തും ശ്യാമയും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി വഴക്കാണോ? എൻ്റെ അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് പപ്പിമോളിങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളടി, ഇങ്ങനെ മദ്യം കുടിച്ച് അങ്ങ് മുന്നോട്ടങ്ങ് പോവുക. രോഹിത്തെ, ഇങ്ങനെ കുടിച്ച് കരള് തകർന്നേ ഒടുവിൽ കഷ്ടപ്പെടുമ്പോൾ ആരും നോക്കാൻ കാണത്തില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് ആരാടി ഇന്ന് ജീവിക്കുന്നത്? ഇങ്ങനെ ഒരാളും ഇന്ന് അങ്ങനെ ജീവിക്കുന്നില്ല. മക്കളെ നോക്കാത്ത അമ്മമാരെ മക്കളെ നോക്കാത്ത അച്ഛന്മാർ, പ്രായമായ മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ മക്കള്. ഇതൊക്കെ അറിഞ്ഞോണ്ടാന്നോടാ ദ്രോഹി നീ ഈ അന്യായമൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത്? അവരുടെ സംസാരം കേട്ട് പപ്പിമോൾ അങ്ങനെ ആ ജനാലയ്ക്കരികിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എനിക്കിങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയടി. ഒടുവിൽ ഏതെങ്കിലും ഓടയിലോ മറ്റോ ഞാൻ ഒടുങ്ങുമ്പോഴേ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി അങ്ങ് കുഴിച്ചിട്ടോളും. അതും അല്ലെങ്കിലേ മോർച്ചറിയിലെ അജ്ഞാത ശവങ്ങളോടൊപ്പം അങ്ങ് കൂടണം. ആരും തിരക്കി വരാതില്ലാതാവുമ്പോൾ അവർ തന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുഴിയിലിട്ട് അവരങ്ങ് അന്ത്യവിശ്രമം തരും. എനിക്കതും മതിയടി. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുവാണെങ്കിൽ പിന്നെ നിനക്കെന്താടി? പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളെയാണ് ഫുഡ് കോമ്പറ്റീഷൻ. ശാരദാമ്മയും സത്യാമ്മയും പൊളിച്ചെടുക്കാൻ വേണ്ടി സുസ്മിത കളത്തിലിറങ്ങുന്നുണ്ട്. ശാരദാമ്മയുടെ കൈപ്പുണ്യമൊക്കെ കുറച്ച് നിനക്കും കിട്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നാളെ സുസ്മിതയ്ക്ക് സഹായിയായിട്ട് നീ വേണം പോകാൻ. രോഹിത്തെ, നീ എന്തുവാ പറഞ്ഞത്? അവളെ സഹായിക്കാനോ? എന്നെ കൊന്നാലും ഞാൻ പോവില്ല. രോഹിത്തിന് എന്നെ കൊല്ലാൻ പറ്റും, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടി, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. എങ്കിൽ രോഹിത്ത് പോയി ചെല്ലുകൂടെ. പഴയ കാമുകയും പിന്നെ കെട്ടി കൂടെ കൊണ്ടു നടന്നതും അല്ലയോ? കൂടെ ചെല്ലപ്പോൾ രോഹിത്ത് തന്നെ. നിങ്ങളങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതല്ലേ, അപ്പോഴേ ഒന്നിച്ച് പാചകം ചെയ്താലെന്താ? എടി ശ്യാമേ, നീ പോകും, സുസ്മിതയെ സഹായിക്കുകയും ചെയ്യും. ഇത് പറയുന്നത് രോഹിത്താ. ആര് വാക്ക് കൊടുത്താലും സഹായിക്കേണ്ടത് ഞാനല്ലേ. ഞാൻ തന്നെ പറയുന്നത്, എനിക്ക് പറ്റത്തില്ലെന്ന്. നിനക്കറിയാവോ, ഈ വീട് അവളുടേതാ. ഞാൻ ഈ കുടിക്കുന്ന കള്ള് പോലും അവൾ വാങ്ങി തന്നതാ. അപ്പോൾ അവളെ സഹായിക്കേണ്ടതേ എൻ്റെ കടമയാ. എനിക്ക് പോകാൻ പറ്റില്ല രോഹിത്തെ. എന്താടി, ഇത് വാശി തന്നെയാണോ? അതെ, വാശി തന്നെയാണ്. എൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ ഞാൻ അവൾക്ക് കൂട്ടുപോകണമെന്ന് എന്താ രോഹിത്തിന് ഇത്ര വാശി? അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ അമ്മ ജയിക്കാനേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. എടി, നിൻ്റെ അമ്മയും ജയിക്കത്തില്ല, സത്യാമ്മയും ജയിക്കത്തില്ല. അതിനുള്ള പണി എന്തുവായാലും സുസ്മിത ഒപ്പിച്ചോളും. നിന്നോട് ഒരു കാര്യം ഞാൻ വീണ്ടും പറയുക, നീ ഇപ്പം സുസ്മിതയുടെ കൂടെ നിന്ന ജയിച്ച ടീമിൻ്റെ ഒരു ഭാഗമായി നീയും മാറും. ചുമ്മാതൊന്നും അല്ല. എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ അവൾക്ക് സഹായിക്കാൻ പോവില്ല.
ഞാൻ രോഹിത്തിനോട് പറഞ്ഞു കഴിഞ്ഞു എന്നും പറഞ്ഞ് ശ്യാമ പോകാനൊരുങ്ങുമ്പോൾ അവൻ വീണ്ടും ശ്യാമയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, എടി ഇത് നിൻ്റെ അവസാനത്തെ വാക്കാണോ? അതേ രോഹിത്തെ, എൻ്റെ അവസാനത്തെ വാക്ക് തന്നെ. രോഹിത്തിനി എന്നെ ഇങ്ങനെ നോക്കണ്ട, നിൽക്കടി അവിടെ. നീ വരും, സുസ്മിതയ്ക്ക് നീ കൂട്ടുപോവുകയും ചെയ്യും. ഇത് പറയുന്നത് രോഹിത്താ. രാവിലെ തന്നെ ശാലിനിയും പിള്ളച്ചേട്ടനും കൂടെ ശാന്തയെ കാണാൻ വന്നിരിക്കുവാണ്. ശാലിനി പറയുക, ശാന്തേച്ചി, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ഫുഡ് കോമ്പറ്റീഷന് ശാന്തേച്ചി സത്യാമ്മയ്ക്ക് സഹായിയായിട്ട് പോകണമെന്ന് പറയാൻ. എൻ്റെ കുഞ്ഞെ, അക്കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലയോ? എന്നെ മനസ്സിലാക്കാത്തവർക്കൊപ്പം ഞാൻ എങ്ങനെയാണ് ജോലി നോക്കുന്നത്? പിള്ളച്ചേട്ടൻ പറയുക, എൻ്റെ ശാന്തേ, ഇപ്പോൾ അതൊന്നും മനസ്സിൽ വെക്കരുത്. ചില തെറ്റിദ്ധാരണകളുടെ പേരില സത്യാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. അതേ, രാഘവൻ സാറിൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാ. സുഖമില്ലാത്ത ആളല്ലേ, പാവം, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ പിള്ളച്ചേട്ടാ, എന്ത് തെറ്റ് ചെയ്താലും ലാസ്റ്റ് സോറി എന്ന 2 വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. പക്ഷേ അതുകൊണ്ട് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. സങ്കടം ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞെ. ഒരു തെറ്റും ചെയ്യാത്ത ശാന്തയെ ബുദ്ധിമുട്ടിച്ചതിലും മാനസികമായി വിഷമിപ്പിച്ചതിലും ഞങ്ങൾക്കെല്ലാം ഒരുപാട് കുറ്റബോധവും സങ്കടവും ഉണ്ട്. അവർക്ക് വേണ്ടി കുഞ്ഞിനോട് ഞാൻ മാപ്പ് പറയാം എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ശാന്ത പറയാം, അയ്യോ പിള്ളച്ചേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതാ ഞാൻ നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് സമ്പത്തിനേക്കാൾ വലുത് അഭിമാനമാണ്. അതിന് മുറിവേൽക്കുമ്പോൾ മനസ്സ് വല്ലാതെ പിടയും. ശാലിനി പറയുക, ശാന്തേച്ചി, മറ്റൊന്നും വിചാരിക്കണ്ട. സത്യാമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. എന്നെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിച്ചങ്ങ് ജീവിക്കുന്നു. പിള്ളച്ചേട്ടൻ വീണ്ടും പറയുക, ശാന്ത, നീ സത്യാമ്മയുടെ കാര്യം ഓർക്കണ്ട, രാഘവൻ സാറിൻ്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ഞാൻ ഈ ഓടി നടക്കുന്നതൊക്കെ തന്നെ രാഘവൻ സാറിൻ്റെ അസുഖം സുഖമാക്കാൻ വേണ്ടി പൈസ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ മത്സരത്തിൽ വിജയിച്ചാൽ കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ രാഘവൻ സാറിനെ ചികിത്സിക്കാൻ പറ്റുമല്ലോ. ശാന്തേച്ചി ഇപ്പോൾ ഒന്നും വിചാരിക്കരുത്. വിഷ്ണുവേട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ. ശാന്തേച്ചി കൂടി ഇപ്പോൾ കൈവിട്ടാൽ സത്യാമ്മയെ സഹായിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. ഈ മത്സരത്തിൽ സത്യാമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജയിക്കാനും പറ്റില്ല. അങ്ങനെ അവർ 2 പേരും പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശാന്ത പറയുന്നു, നിങ്ങളെ 2 പേരെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യാനാ, ഞാൻ വരാം എന്നും പറഞ്ഞ് ശാന്ത അങ്ങനെ സമ്മതിക്കുവാണ്. ശാന്തേച്ചിക്കുണ്ടായ മനസ്സിൻ്റെ വിഷമമൊക്കെ നമ്മുടെ പാചക മത്സരത്തിൽ കാണിക്കരുത് കുഞ്ഞെ. ഇത് ശാരദാമ്മയുടെ കളരിയാ. പുറമേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങളുടെ ജോലിയെ ബാധിക്കില്ല. അന്നത്തെ വണങ്ങുന്നവരാ ഞങ്ങൾ. ആ അന്നത്തെ ഞങ്ങൾ ആരും നിഷേധിക്കില്ല. അന്നം തരുന്നവരെ ധിക്കരിക്കത്തതുമില്ല. കുഞ്ഞ് സമാധാനത്തെ പൊയ്ക്കോളൂ. സത്യാമ്മയെ ജയിപ്പിക്കാൻ ഞാൻ സത്യാമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. രാവിലെ ശ്യാമ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അടുത്ത് പപ്പിമോളെ കാണുന്നില്ല. പപ്പിമോളെ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ എന്തോ വലിയ ആലോചനയിൽ ഇങ്ങനെ ചിന്തിച്ച് അത് വിജയിച്ച ഒരു ലക്ഷണത്തിൽ അങ്ങനെ ഇരിക്കുവാണ്. ശ്യാമ എന്നിട്ട് ചോദിക്കുക, രോഹിത്തെ, പപ്പിമോളെ കണ്ടോ? അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് ശ്യാമ താഴോട്ടിറങ്ങി പോവുകയാണ് കുഞ്ഞിനെ നോക്കാനായിട്ട്. ശ്യാമേ, നീ എങ്ങും നോക്കണ്ട, പപ്പിമോള് സുരക്ഷിതമായിട്ടുണ്ട്, ഇവിടെ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ സുസ്മിതയുണ്ടായിരുന്നു. പപ്പി സുരക്ഷിതയായിട്ടേ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പപ്പി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ നിൻ്റെ കയ്യിൽ പപ്പിയെ തരണമെങ്കിലേ ഞങ്ങൾ പറയുന്ന പോലെ നീ അനുസരിച്ചേ പറ്റൂ. മോളെ വെച്ച് നീ വില പറയുവാന്നോടാ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുക, മാന്യമായ രീതിയിലൊക്കെ നിന്നോട് ചോദിച്ചിട്ട് നീ സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടേ അല്പം വളഞ്ഞ വഴിയിൽ കൂടെ കാര്യങ്ങളങ്ങ് നീക്കാമെന്ന് വിചാരിച്ചു. ഇതേ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയ പൊല്ലാപ്പ. അതുകൊണ്ട് നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടോ? ശ്യാമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ മോളെ എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? രോഹിത്ത് ആ പരമനാറി പറയുന്നുണ്ട്, ഫുഡ് കോമ്പറ്റീഷനിലേ സുസ്മിതയുടെ സഹായിയായിട്ട് നീ പോകണം. ശാരദാമ്മയുടെ മകളെന്ന നിലയിലേ കുറച്ച് കൈപ്പുണ്യമൊക്കെ നിനക്ക് ഏതായാലും കിട്ടാതിരിക്കില്ലല്ലോ. ആ കൈപ്പുണ്യം സുസ്മിതയ്ക്ക് വേണ്ടി നീ ഇവിടെ പ്രയോജനപ്പെടുത്തണം. സുസ്മിത പറയുക, മത്സരത്തിൽ ശാരദാമ്മയും സത്യാമ്മയും ജയിക്കാതെ എനിക്ക് വിജയം നീ വാങ്ങിത്തരണം. അവരെ 2 പേരെയും തോൽപ്പിച്ചിട്ട് നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോടി? അതെ, നിന്റെ മിടുക്ക് പോലിരിക്കും. അവരെ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാ. നിന്റെ പപ്പിമോള് നിന്റെ അടുത്ത് തിരിച്ചെത്തണമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കണം. ഞാൻ പണവും ട്രോഫിയും കൈപ്പറ്റുമ്പോഴേ നിന്നെ അമ്മയെന്ന് വിളിച്ച് നിന്റെ സമീപത്ത് തന്നെ നിന്റെ മോളെത്തും. ഗത്യന്തരമില്ലാതെ കരഞ്ഞോണ്ട് പാവം ശ്യാമ പറയുക, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കിപ്പോഴെൻ്റെ മോളെ കാണണം. അത് പറ്റില്ല ശ്യാമേ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഞാൻ ജയിക്കുന്നവരെ കുട്ടി സുരക്ഷിതയായിരിക്കും.
ശ്യാമ കരഞ്ഞോണ്ട് രോഹിത്തിൻ്റെ കാല് പിടിക്കുവാണ്. രോഹിത്തെ, പപ്പിമോൾ ഇപ്പോഴും രോഹിത്തിനെ അച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത്. രോഹിത്ത് അത് മറക്കരുത്. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവൻ്റെ ആ മൃഗീയമായ സംസാരം കേട്ട് പാവം ശ്യാമ പിടിച്ചു നിൽക്കാനാകാതെ ശരി ഞാൻ സമ്മതിച്ചു എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുവാണ്. മത്സരം കഴിയുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തന്നിരിക്കണം. അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. സുസ്മിത പറയുക. പക്ഷേ മത്സരവേദിയിൽ അമ്മയും കുഞ്ഞേച്ചിയെയും അമ്മായിയമ്മയൊക്കെ കാണുമ്പോഴേ ശ്യാമ പപ്പിമോളെ മറക്കരുത്. അങ്ങനെ ശ്യാമ മറന്നാൽ ബോധപൂർവം ഞങ്ങളും പപ്പിമോളെ അങ്ങ് മറക്കും. ശ്യാമ 2 കൈയും തലയ്ക്കടിച്ച് കരഞ്ഞുകൊണ്ട് പറയുക. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കാം, നിങ്ങളുടെ കൂടെ ഞാൻ നിന്നോളാം. രോഹിത്തെ, നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കരുത്, അവളില്ലെങ്കിൽ പിന്നെ ഈ ശ്യാമയില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുവാണ്. അവൻ ഒരു കുലുക്കവുമില്ല. ആ സമയത്ത് ചന്ദ്രബോസിൻ്റെ ഫോൺ സുസ്മിതയ്ക്ക് വരുന്നുണ്ട്. എടി മോളെ, ശാരദാമ്മയും സത്യാമ്മയും ആ മത്സര സ്ഥലത്തോട്ട് എത്താതിരിക്കാനുള്ള സകല പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഇനി അവിടെ പോയി എന്തൊക്കെ വെട്ടിമുറിച്ച് അവിടെ ഇട്ടാലും നീയേ ജയിക്കൂ. എൻ്റെ ചിറ്റപ്പനപ്പം പണി തുടങ്ങിയല്ലേ, പിന്നെ പണി തുടങ്ങാതിരിക്കാൻ പറ്റുമോ മോളെ? മത്സരിക്കുന്നതേ ചിറ്റപ്പൻ്റെ സുസ്മിത മോളല്ലയോടാ. പിന്നൊരു കാര്യം കൂടെ, അവർ 2 പേരും സമയത്തിനോട് എത്തത്തതുമില്ല, മത്സരത്തിൽ പങ്കെടുക്കത്തതുമില്ല. പിന്നെ 10 ലക്ഷം ട്രോഫിയും കിട്ടുമ്പോഴേ ട്രോഫി എൻ്റെ മോളങ്ങെടുത്തോ. ആ 10 ലക്ഷത്തിൻ്റെ വിഹിതം ചിറ്റപ്പനും കൂടെ തരണം കേട്ടോ. എൻ്റെ ഈ വിജയം എന്നോടൊപ്പം എൻ്റെ ചിറ്റപ്പനും ആഘോഷിക്കും. ചിറ്റപ്പന് സന്തോഷിക്കാനുള്ളതൊക്കെ ഈ സുസ്മിത അറിഞ്ഞങ്ങ് തരും. അതനുസരിച്ച് ചിറ്റപ്പനെന്ന് അറിഞ്ഞു നിന്നാൽ മതി. ഏത് മത്സരാർത്ഥിയെയും നമ്മൾ പൊട്ടിച്ചിരിക്കും ചിറ്റപ്പ. അപ്പം മോള് പെട്ടെന്നിങ്ങ് പോരെ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഫുഡ് കോമ്പറ്റീഷൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞു. നല്ല വെട്ടിത്തിളങ്ങുന്ന ട്രോഫിയൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സുസ്മിതയും ചന്ദ്രബോസും കൂടെ ശ്യാമയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മത്സരാർത്ഥിയായ മറ്റൊരാളും വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ അനു അവിടെ വന്നിരിപ്പുണ്ട്. ശ്യാമയോടെ സങ്കടത്തോടെ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുവാണ്. ഒരു ബൈക്കിൽ നമ്മുടെ ജഗദീപും അവിടെ വന്നിട്ടുണ്ട്. ഗംഭീര സെറ്റപ്പാണല്ലോ. അവൾ കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞില്ലെങ്കിലും വലിഞ്ഞു കയറി വരേണ്ട ഒരു ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ടല്ലോ എന്നും പറഞ്ഞ് ജഗദീപ് അവിടെ പോവുകയാണ്. രോഹിത്തും സുസ്മിതയും ശ്യാമയും ഇങ്ങനെ നോക്കുവാണ്. രോഹിത്തിന് ഒരു ദയ പോലും ഇല്ലാതെ മനുഷ്യമൃഗം ഇങ്ങനെ ശ്യാമയെ വിരട്ടിക്കൊണ്ട് നോക്കുന്നുണ്ട്. ജഗദീപിനെ കണ്ടതും സുസ്മിതയ്ക്കൊരു വല്ലാത്ത ദേഷ്യവും ഇറിറ്റേഷനും. ജഗദീപ് മനസ്സിൽ പറയുക, ഈ ചന്ദ്രബോസിന് ഇയാൾക്ക് പണിക്കൊന്നും പോകണ്ടായോ? അങ്ങനെ പാചക മത്സരത്തിന് മുൻപുള്ള ആങ്കറിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പാചകത്തെക്കുറിച്ചുള്ള പുകഴ്ത്തിയും പങ്കെടുക്കാൻ വന്നുള്ള കഴിവുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അമ്മമാരും ഭാര്യമാരും എല്ലാം ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവരുടെ സ്നേഹം, അതാണ് അവരുടെ ഇൻഗ്രീഡിയൻസ്. അതിട്ട് നമുക്ക് തരുമ്പോൾ ആ ഭക്ഷണത്തിന് രുചിയും സ്വാദും കൂടും എന്നൊക്കെ ആ ആങ്കർ അങ്ങോട്ട് തട്ടിവിടുന്നുണ്ട്. സത്യാമ്മയും ശാരദാമ്മയും ശാലിനിയും ഒന്നും കാണാത്തതുകൊണ്ട് ശ്യാമ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടൊക്കെ നോക്കുവാണ്. ജഗദീപ് അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുക, യൂട്യൂബിൽ പാചകം പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലേ ഇവളുമാരുടെയൊക്കെ വീട്ടിൽ പട്ടിണിയായേനെ. പരിശുദ്ധം കറി മസാല പൗഡറിൻ്റെ ഫുഡ് കോമ്പറ്റീഷനിൽ എത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും സ്വാഗതമൊക്കെ ചെയ്യുന്നുണ്ട്. പാചകകലയിൽ ഒന്നാമൻ നളനാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ പാചകകലയിലെ റാണിമാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഒരു മത്സരം നടത്താനുണ്ടായ പ്രചോദനം എന്താണെന്ന് കമ്പനിയുടെ MD ആയ സാമു വർഗീസ് സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങനെ സാബു വർഗീസിൻ്റെ കണക്കുള്ള പ്രസംഗമാണ്. കഴിഞ്ഞ 40 വർഷമായി ചെമ്മീൻ എക്സ്പോർട്ട് കമ്പനി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് KPT. KPTയുടെ പുതു സംരംഭമാണ് പരിശുദ്ധം കറിമസാല പൗഡർ. ശുദ്ധമായ കറിമസാല പൗഡറുകൾ ജനങ്ങളിലോട്ട് എത്തിക്കുക, ഇത് മാത്രമാണ് KPTയുടെ ലക്ഷ്യം എന്നൊക്കെ അങ്ങനെ സാബു വർഗീസ് അവിടെ നിന്ന് പ്രസംഗിക്കുവാണ്. ശ്യാമ വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ജഗദീപ് ഇങ്ങനെ ആംഗ്യത്തിൽ ചോദിക്കുന്ന എന്താണെന്ന് അമ്മ എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. മത്സരിക്കാനെത്തിയിരിക്കുന്ന 4 ടീമുകളും ഈ മേഖലയിൽ പ്രശസ്തരാണ് എന്നൊക്കെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അനു ആ ഫോണും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയും ശാലിനിയും ഒരു കാറിൽ നമ്മുടെ കമലനാണ് വണ്ടി ഓടിക്കുന്നത്. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാറെ അങ്ങനെ ഫോളോ ചെയ്ത് വന്നിരുന്ന ജീപ്പ് പെട്ടെന്ന് മുന്നിൽ കയറി അവരുടെ കാറെ അങ്ങോട്ട് ഇടിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അത് നമുക്ക് നല്ലതുപോലെ അറിയാം, ചന്ദ്രബോസ് ഇടപാട് ചെയ്തിരിക്കുന്ന ഗുണ്ടകൾ തന്നെയായിരിക്കും. എന്തായാലും ശാരദാമ്മയും ശാലിനിയും സത്യാമ്മയും എല്ലാം കറക്റ്റ് മത്സര സമയത്ത് തന്നെ അവിടെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ആ റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.